ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു തക്കാളിക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ. അത്യാവശ്യം പഴുപ്പുള്ള തക്കാളി തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ ഒരു സവാള, 4 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരാം. ഇനി ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കടുകൊന്ന് പൊട്ട് വരുമ്പോൾ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും കൂടി ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം നമുക്ക് വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ഇനി ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കറികൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് കല്ലുപ്പാട്ടോ. അതുണ്ടെങ്കിൽ അതന്നെ ചേർക്കാൻ നോക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കാശ്മീർ മുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് ഇതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അത് ചേർക്കണില്ല. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ കറിക്കനുസരിച്ച് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഒന്ന് നല്ലോണം മിക്സാക്കി ഒരു 5 മിനിറ്റ് വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ച കേട്ടോ. അപ്പോൾ നല്ല തക്കാളിക്കറിയൊക്കെ നല്ല വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ സൂപ്പർ ടേസ്റ്റി തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചൂട് ചോറിൻ്റെ അപ്പോൾ ഈ ഒരു കറി മാത്രം മതി കേട്ടോ. വേറെ കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരാം.